ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പാപ്പി ഇതാ ഉറങ്ങിക്കിടക്കുകയാണ്. ഇടയ്ക്കൊക്കെ കണ്ണ് തുറന്ന് നോക്കും, ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കും, പിന്നെയും ഉറങ്ങും. അവർക്ക് ക്ഷീണമൊക്കെ മാറിയിട്ട് എണീക്കട്ടെ പറഞ്ഞു വിടും. രോഷി ഇതാ ഇവിടെ സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട്. രോഷി എപ്പോഴും ഇവിടെയാണ് കിടക്കണം. ഇപ്പോൾ ഇത്ര നേരം ഒരു 8:30-9 മണിയൊക്കെ ആയി. രണ്ടുപേരും എണീറ്റിട്ടൊന്നുമില്ല. നല്ല ഉറക്കമാണ്. വെയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛനൊക്കെ വരികയാണ്. അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആയി, 1 മാസം ആവാറായി വന്നു പോയിട്ട്. വിളിക്കും ഡെയിലി, ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യം വിളിക്കും. പക്ഷേ അതിലല്ലല്ലോ, വരുമ്പോഴല്ലേ പാപ്പിക്ക് സന്തോഷം. പാപ്പിക്ക് അച്ഛനെന്ന് വെച്ചാൽ അത്രയ്ക്കും പെൺപിള്ളേർക്ക് പൊതുവേ പറയുകയാണെങ്കിൽ അച്ഛന്മാരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണല്ലോ. അപ്പോൾ അച്ഛൻ വന്നത് രോഷി വേഗം പോയി ബാഗൊക്കെ വാങ്ങിച്ചു ഇങ്ങടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വെച്ച് പിന്നെ വന്നാൽ ഭയങ്കര സ്നേഹമായിരിക്കും. പാപ്പിയാണെങ്കിൽ ഭയങ്കര ഗൗരവത്തിലാണ്. ഇത്ര ദിവസം വരാത്ത അച്ഛൻ്റെ അടുത്ത് ഒന്നും ചെയ്യണില്ല. എടുക്കാൻ വേണ്ടിയിട്ട് വാന്ന് പറഞ്ഞിട്ട് അടക്കം പോകണില്ല. വാശിയോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, വാടാ പാപ്പു, അച്ഛൻ പണിക്ക് പോയതല്ലേ, വാ എന്ന് പറയുമ്പോൾ പോകണില്ല. ഇവിടെ ബലം പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആള്. പിന്നെ ആള് ശരിയായി. പിന്നെ ഭയങ്കര വിഷമമായി. ശരി, എന്നാൽ പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി ഇതാ പുറത്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ പോയില്ല. എനിക്ക് കാലിന് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ്. പോണതല്ല അത്, നമ്മൾ പോയി വന്നാൽ പിന്നെ 2 ദിവസം ഭയങ്കര ക്ഷീണത്തോടു കൂടി ഇരിക്കും. നടുവിനും കാലിനും ഒക്കെ നല്ല പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പോണ കാര്യം ആലോചിക്കുമ്പോൾ പോകണം, അതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ പോയി വന്നിട്ടുള്ള കാര്യം ആലോചിക്കുമ്പോൾ പോവുക വേണ്ടാന്ന് തോന്നും. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. ഇവർ 3 പേരും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് ചുറ്റി ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 ദിവസം മുന്നേ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടോ എടുത്ത് വെറുതെ ഒരു റൗണ്ട്, ഓട്ടോക്കാരന് 70 രൂപയും കൊടുത്ത് വെറുതെ ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നു. അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അവളൊന്ന് പറയാനറിയണ മക്കളാണെങ്കിൽ അത് വേണം ഇത് വേണം പറഞ്ഞ് കരയും. ഇത് പിന്നെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവരുടെ കരച്ചിലും വിഷമമൊക്കെ കാണുമ്പോൾ ഭയങ്കര വേദന. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, എന്നെപ്പോലെ ഉള്ള ഇങ്ങനത്തെ മക്കളുള്ള അമ്മമാരുടെ അവസ്ഥയൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും കണ്ടെത്തുന്നവരേക്കും നമുക്ക് ഉള്ളിലൊരു ആദിയായിരിക്കും. അത് കണ്ടെത്താൻ തന്നെ ഒരുവിധം സമയമൊക്കെ ആവും. അത് വേറെ കാര്യം. പക്ഷെ ഇന്ന് പാപ്പി അച്ഛൻ വന്നപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവർ നമ്മുടെ ഹീറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായയൊക്കെ വയ്ക്കണം, ചായക്കിറ്റ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊടുത്തതാണ്. ശരിക്കും വീട്ടിലൊരാളില്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകാൻ ആളുമില്ല, പോകാനും പറ്റിയില്ല. അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. പിന്നെ അച്ഛൻ വന്നപ്പോഴാണ് അത് പോയി വാങ്ങിച്ചിട്ട്. നമുക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചായയോ ചുടുവെള്ളമോ എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ തിളപ്പിക്കാനും എല്ലാത്തിനും വല്ലാത്തൊരു ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ അതെന്തായാലും വാങ്ങിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാപ്പിനെയും കൊണ്ട് പോയിരിക്കണം. പാപ്പി ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ അടുത്തതെന്താണെന്ന് ചോദിച്ചാൽ ചിക്കൻ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. അപ്പോൾ പാപ്പിനെ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് പോകുമ്പോൾ പാപ്പിനെ ഓട്ടോയിലിരുത്തിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി പോകണ്ട, നിങ്ങൾ എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ പാപ്പിനെ എടുത്തിട്ട് പോകണം. അയ്യോ പാവം കുട്ടി ഓട്ടോയിൽ ഇരിക്കട്ടെ പറയണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ സന്തോഷം ഇങ്ങനെ പുറത്തൊക്കെ പോകണതും കാണുന്നതൊക്കെയാണ് ഭയങ്കര സന്തോഷം. നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് വരെ പിന്നെ അവൾ പുറത്ത് പോവുകയോ ഒന്നുമില്ല. ഇങ്ങനെ മിണ്ടാതെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഞാനും പാപ്പിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ കഥയും കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും അവളെ എടുത്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് വരണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്കറിയാം അവളുടെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ആൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശരിയെന്ന് പറഞ്ഞാൽ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുകയാണ് അച്ഛനും മകളും കൂടിയിട്ട്. അപ്പോൾ രോഷി ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി ഓട്ടോയിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ അവിടുത്തെ അവരുടെ അടുത്തും നല്ലപോലെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വെളിയിലൊക്കെ പോയപ്പോൾ പാപ്പി അതാ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട. അവളുടെ ഇതല്ലേ നമ്മൾ നോക്കേണ്ടത്. ആരെന്തു പറയണമെന്ന് ശ്രദ്ധിക്കേണ്ട. ഇടയ്ക്ക് ഇങ്ങനെ എന്നോട് പറയും, പാപ്പിനെ എടുത്തിട്ട് പോയി പാപ്പി ഇങ്ങനെ തോളിൽ ഇങ്ങനെ കിടക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ചോദിക്കും, എന്തേ വയ്യ കുട്ടിക്ക് എന്ത് പറ്റി ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവളിവിടെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇടയ്ക്ക് പറയും ഇങ്ങനെ.
അപ്പോൾ ഞാൻ പറയും, ആദ്യമൊക്കെ ആണെങ്കിൽ ഞാനും പറയും എന്താണ്, ശരി അവളവിടെ ഇരിക്കട്ടെ എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു മണ്ടത്തരമാണ്. പറയണവർ പറഞ്ഞിട്ട് പോട്ടെ, നമ്മളല്ലേ നോക്കണതും ചെയ്യണതും. അപ്പോൾ നമുക്കെല്ലാം അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അതിനനുസരിച്ച് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. തളർത്താനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ കൈ തന്ന് കൂടെ നിൽക്കാൻ ചുരുക്കം ചിലർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾക്ക് ഇല്ലാതിരിക്കുന്ന സമയത്ത് കൈ തന്ന് നമ്മളെ എന്താ പറയുക, തൂക്കിവിടാൻ ശ്രമിക്കണവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വന്നോ അതേ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ മറക്കാതെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല. നമ്മൾ ചെയ്തു കൊടുത്തവർ തന്നെ നമുക്ക് തിരിച്ച് ചെയ്തു തരട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മളെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ സത്യമായ ഒരു കാര്യമാണ് കേട്ടോ. എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യം തന്നെയാണ് അത്. നമ്മളെ എന്താ പറയുക, നമ്മളെ ആരൊക്കെ പുച്ഛത്തോടെ നോക്കിയിട്ടുണ്ടോ അവർ മുന്നിലൊക്കെ ഇന്ന് നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കൈ മാത്രമേ ഉള്ളൂ. അത് ഈശ്വര അയച്ചു വിട്ടതാണ് എന്ന് തന്നെയാണ് ഞാനും ഇപ്പോൾ വിശ്വസിക്കണത്. കാരണം അത്രയ്ക്കും കഷ്ടപ്പാട് അനുഭവിച്ചൊരു കുട്ടിയാണ് നമ്മുടെ പാപ്പി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദനയും എല്ലാം തന്നെ. ഒരു സൗകര്യമില്ലാത്ത ജീവിതമൊക്കെ ഒരു 10 വർഷത്തോളം എൻ്റെ പാപ്പി ജീവിച്ചതാണ്. പാപ്പി മാത്രമല്ല, രോഷിയും ഞാനും ഒക്കെ തന്നെയാണ്. പക്ഷെ അവളിങ്ങനെ ആയതുകൊണ്ട് അവളെ എടുത്തു പറയണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ അച്ഛൻ ചിക്കൻ കൊണ്ടുവന്ന കറിയൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇരുന്നില്ല, പണിയുണ്ട് എന്ന് പറഞ്ഞു. വീട് പണിയും അവിടെ കഴിയാറായി. എന്തായാലും ഈ മാസം ലാസ്റ്റ് നമ്മുടെ വീട് പാല് കാച്ചിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ കിട്ടിയതെല്ലാം തന്നെ ഒരു ഭാഗ്യമായിട്ട് ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കണം. ദൈവത്തോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ വേദനകളെല്ലാം മാറ്റി ഈ ലെവലിലെങ്കിലും ദൈവം എത്തിച്ച് തന്നല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് എടുക്കാൻ സമയം കിട്ടില്ല. എനിക്ക് കാല് വേദന കൊണ്ടേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ പഴയ വീഡിയോസൊക്കെ ബാക്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആരും തെറ്റായി വിചാരിക്കേണ്ട. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോയതല്ല, ഇത് നമ്മൾ ഒരു 4 മാസത്തിന് മുന്നൊക്കെ 4-5 മാസത്തിന് മുന്നൊക്കെ പോയ കൊടുങ്ങല്ലൂർ പോയ ആ വീഡിയോസാണ്. നമ്മൾ കൊടുങ്ങല്ലൂർ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ പോകണം. നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഒന്ന് പോയി തൊഴുതിയിട്ട് വരണം എന്നൊക്കെ വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാം നടക്കുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ പാപ്പിനെയും കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കണം. അപ്പോൾ ഒരു കാലൊക്കെ ഇങ്ങനെ പതുക്കെ വെക്കേണ്ടത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കുറേ പേര് അച്ഛനെ ചോദിക്കാറുണ്ട്, അച്ഛന് നല്ല നല്ല കമൻസ് വരാറുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛനെ ചോദിച്ചവർക്കായിട്ട് അച്ഛൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നാളേക്ക് പുതിയൊരു വീഡിയോയുമായി വരുന്നവർക്കും ബൈ.